വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിന് കാണിക്കുന്നത് പതിലും വിപരീതമായിട്ടുള്ള ഒരു കോണ്ടന്റ് ആണ്. അതായത് സ്റ്റുഡൻസിന് പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അതാണ് കാണിക്കാൻ പോകുന്നത് ഒരു ഹോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് ചാനൽ കാണുവാണെങ്കിൽ എൻ്റെ പേര് ലിഡിയ. ഞാനൊരു ബ്യൂട്ടി ഫാഷൻ ലൈഫ് സ്റ്റൈൽ കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് കാണിക്കാനുള്ള ഒരു പെൻസിൽ പൗച്ചാണ്. അതൊരു സിപ്ലോ കവറിലൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് നോക്കുന്നതിന് മുമ്പായിട്ട് ഇത് നോക്കാം. ഈ പൗച്ചിനാണ് നിൽക്കുന്നത്. ഒഫിക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. 3 വലിയ അറകളുണ്ട്. ഫസ്റ്റ് അറ ഇങ്ങനെയാണ്. അതിൻ്റെ അകത്ത് പിന്നെ 2 കുഞ്ഞു പൗച്ചുകളുണ്ട്. നെക്സ്റ്റ് അറ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ദെൻ തേർഡ് വൺ വന്നിട്ട് ഇങ്ങനെ. അപ്പോൾ നമുക്കിങ്ങനെ പേനയൊക്കെ കുത്തി വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ. പേന, പെൻസിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ക്വാളിറ്റി ഒരു ഓക്കെ ക്വാളിറ്റിയാണ്. ഒരു അടിപൊളി ക്വാളിറ്റി ഒന്നുമല്ല. ഇതിന്റെ പ്രൈസ് 290 രൂപയാണ്. ആ പ്രൈസ് റേഞ്ചിന് ഇത് സൂപ്പർ ആണെന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. അല്ലാണ്ട് വേണമെങ്കിൽ ട്രൈ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. കൂടുതൽ അറകളുണ്ട്, കുറച്ച് സ്പേസ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉള്ളത് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം. അല്ലാണ്ട് ഈ പ്രൈസ് റേഞ്ചിന് ഇതിന്റെ മെറ്റീരിയൽ അടിപൊളിയൊന്നുമല്ല. നെക്സ്റ്റ് 3 പെൻസിലിന്റെ ഒരു സെറ്റാണ്. ഇത് മറ്റേ മെക്കാനിക്കൽ പെൻസിലില്ലേ, അതാണ്. എനിക്ക് ഇതുപോലത്തെ മെക്കാനിക്കൽ പെൻസിൽ നല്ല ഇഷ്ടമാണ്, പ്രത്യേകിച്ച് എഴുതാൻ വേണ്ടിയിട്ട്. ഇത് 3 അല്ലാണ്ട് ലെഡും തന്നിട്ടുണ്ട്. 3 പാക്കറ്റ് ലെഡ് തന്നിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 183 രൂപയാണ്. ഈ പ്രൈസ് റേഞ്ചിന് ഇതെനിക്ക് ഇഷ്ടമായി, നല്ല ക്വാളിറ്റി ഉണ്ട്. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇത്തിരി ചൈൽഡിഷ് ആണ്. പ്രോജക്റ്റും അസൈൻമെന്റും ഒക്കെ കളർഫുൾ ആയിട്ട് എഴുതണം, നോട്ട് ബുക്ക് കളർഫുൾ ആക്കണം എന്നുള്ളവർക്കാണ് ഇത് യൂസ്ഫുൾ ആകുക. അല്ലാത്തവർക്ക് ഇത് യൂസ്ഫുൾ അല്ല. കുട്ടികൾക്ക് കുറച്ചുകൂടെ ഇഷ്ടമാകും, നമ്മുടെ ഇപ്പോഴത്തെ വലിയവർക്ക് ഇഷ്ടമായില്ലെങ്കിലും. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 110 രൂപയാണ്. ഇതിൻ്റെ അകത്ത് 6 എണ്ണം വരുന്നുണ്ട്. പല സ്റ്റൈലിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. കണ്ടോ, ഇതുപോലെയൊക്കെ വരയ്ക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ അകത്തുള്ളത്. അങ്ങനെ വരയ്ക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ട്രൈ ചെയ്ത് നോക്കി. കാരണം ഉടായി പോകണമെന്ന് അറിയണമല്ലോ. വാങ്ങിച്ചപ്പോഴത്തേക്കും ട്രൈ ചെയ്ത് നോക്കി അങ്ങനെ വരയ്ക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഏതെങ്കിലും എടുക്കാം, നമുക്ക് നീല എടുക്കാം. നീല വെച്ച് വരച്ച് കാണിച്ചു തരാം. ഓക്കെ, കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. നമ്മുടെ നോർമൽ പെന്ന് പോലെ അല്ല, ആ ഒരു അച്ചോടെ ചേർന്ന് വരും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ വരയ്ക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ. എവിടെ കണ്ടോ, സൂക്ഷിച്ച് നോക്കിയാലേ കാണാവും. ഇത് ലൈൻ ഹൈഫൺ അങ്ങനെ ഒരു പാറ്റേൺ ആണ്. അപ്പോൾ ഇങ്ങനെ പല പാറ്റേണും ഉണ്ട്. എല്ലാം വരയ്ക്ക് നിന്നാൽ ഇതൊന്നും നടക്കത്തില്ല പരിപാടി. ഇത് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഈ കാണിച്ചിരിക്കുന്ന കറക്റ്റ് കളേഴ്സിൽ തന്നെയാണ് കിട്ടുന്നത്. നമ്മുടെ കയ്യിൽ കിട്ടുന്ന സാധനം ഇത്രയും ഡാർക്ക് അല്ല, ലൈറ്റ് വേർഷനാണ്. ഇത്രയും ബ്രൈറ്റ് അല്ല, മനസ്സിലായില്ലേ? നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴത്തേക്കും നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്ക് ഇച്ചിരി ഒന്ന് ലൈറ്റാണ് കിട്ടുന്നത്. പിന്നെ ഈ പ്രൈസ് റേഞ്ചിനെ കൊള്ളാം. നമ്മുടെ പ്രോജക്റ്റും അസൈൻമെന്റും ഒക്കെ കളർഫുൾ ആക്കണം എന്നുള്ളവർക്ക് വേണ്ടി. നെക്സ്റ്റ് 4 ബുക്കിന്റെ ഒരു സെറ്റാണ്. പ്രൈസ് വന്നിട്ട് 316 രൂപയാണ്. അതായത് എനിക്ക് ഒന്നിന് 100 രൂപ പോലും ആയിട്ടില്ല. നല്ല വലിപ്പമുള്ള ബുക്കാണ്. കണ്ടോ കണ്ടോ കണ്ടോ, ഈ ഇതിന്റെ പേരെന്താ പെട്ടെന്ന് പറഞ്ഞേ, സ്പൈറൽ ബൈൻഡിങ്ങിന്റെ ബുക്കാണ്. ഈ ബൈൻഡ്, ബാക്കിലെ ബൈൻഡ് വലിയ കട്ടിയില്ല, ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് പോലെയാണ്. ഫ്രണ്ടിലും അങ്ങനെയാണ്. പക്ഷെ അതിന്റെ ഫ്രണ്ടിലുള്ള ഇവിടെ ഒരു ബൈൻഡ് ഉണ്ട്. ലൈൻഡ് ബുക്കാണ്. ലൈൻഡ് ബുക്ക് ഈ ഏജിലൊക്കെ നമ്മൾ എന്തിനു വാങ്ങിക്കുന്നതെന്ന് വെച്ചാൽ പിശുക്കായതുകൊണ്ടല്ല, ഫിനാൻസ് മാനേജ്മെന്റ് ആണ്. ഞാൻ എഴുതുമ്പോഴത്തേനും എൻ്റെ പിക്കും വൈക്കും ജെക്കും കേക്കും എല്ലിനും ഒക്കെ ഞാൻ ഒരുപാട് സ്ഥലം കൊടുക്കും. അപ്പോൾ ഒരുപാട് പേജ് ഇങ്ങനെ പോകും വരയില്ല അടുത്ത ബുക്ക് ആകുമ്പോഴത്തേക്ക്. സോ ഞാൻ വര ഇട്ടതാകുമ്പോഴത്തേക്ക് അങ്ങനെ ഗ്യാപ്പ് കൊടുക്കാൻ നിൽക്കത്തില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് വര ഉള്ളത് വാങ്ങിച്ചത്. ഇത് ഈ പ്രൈസ് റേഞ്ചിന് സൂപ്പറാണ്. കോളേജ് പഠിക്കുന്ന കുട്ടികൾ വാങ്ങിച്ചോ. പിന്നെ ഈ ബൈൻഡ് കട്ടിയില്ല, ഞാൻ പറഞ്ഞില്ലേ, ഫ്രണ്ടിൽ മാത്രമേ കട്ടിയുള്ളൂ. ഈ ഷീറ്റ് പോലത്തെ സാധനമാണ് ബാക്കിലുള്ളത്. ബാക്കിൽ സെപ്പറേറ്റ് ഒരു ബൈൻഡ് ഇല്ല, അങ്ങനെ ഒരു പ്രശ്നമേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഇഷ്ടമായി. പേപ്പർ തീരെ ലോ ക്വാളിറ്റി പേപ്പർ ഒന്നുമില്ല, പ്രൈസ് കുറവെന്ന് പറഞ്ഞിട്ട് ആവശ്യത്തിനുള്ള ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ക്ലാസ്മേറ്റിന്റെ പേജ് പോലത്തെ അത്രയും ക്വാളിറ്റി ഇല്ല, അതിനേക്കാൾ ഒരു പൊടിക്ക് കുറവാണ് കേട്ടോ. പ്രീമിയർ, ക്ലാസ്മേറ്റ്, ക്യാമ്പിൻ അങ്ങനെയുള്ള ബ്രാൻഡ് ഇല്ല, അത് വെച്ച് കൺസിഡർ ചെയ്യരുത്. അതിനൊരു കുറച്ച് ക്വാളിറ്റി കുറവുണ്ട് എന്ന് പറഞ്ഞാൽ മഷി പടരുന്ന ടൈപ്പ് പേപ്പർ അല്ല കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട് ഇതിന്. നെക്സ്റ്റ് ഒരു കിടക്കാച്ച ഐറ്റമാണ്. ഞാൻ ഈ പ്രൈസ് റേഞ്ചിൽ ഇത്രയും ക്വാളിറ്റി ഒട്ടും പ്രതീക്ഷിക്കുന്ന ഒരു സാധനമാണ്. പ്രൈസ് വന്നിട്ട് 269. ഇതൊരു ബാഗാണ്, കണ്ടോ. പിന്നെ ഈ പ്രൈസ് റേഞ്ചിലാണ് ഇത് സൂപ്പർ. അല്ലാണ്ട് ഒരു 700-800 രൂപയ്ക്ക് സൂപ്പർ അല്ല. വൈറ്റ് കളറിലുള്ള ബാഗാണ്. വൈറ്റില് കുറച്ച് പ്രിന്റ് ഒക്കെ ഉണ്ട്. പ്രിന്റ് അല്ല, അതിന്റെ തന്നെ ഓൾറെഡി ഉള്ളതാണ് കേട്ടോ. കിളിക്കൂട്, പക്ഷി, പൂവ്, മരത്തിന്റെ ചില്ല, അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെയാണ് വന്നിട്ടുള്ളത്. പെട്ടെന്ന് അഴുക്കാകും, അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ കളറിന്. ഫ്രണ്ടിലൊരു കുഞ്ഞറയുണ്ട്, ഒരു കുട്ടി അറ. വാട്ടർ പ്രൂഫ് ബാഗ് അല്ല കേട്ടോ. മെയിൻ ഒരു വലിയ അറ.
സിബൊക്കെ ആവശ്യത്തിനുള്ള ക്വാളിറ്റി ഉണ്ട്. ഇതിന്റെ അകത്തുള്ള അറ വാട്ടർ പ്രൂഫ് ആണ് കേട്ടോ എന്ന് കരുതി വാട്ടർ ഇവിടെ കൂടെ ചിലപ്പോൾ വെള്ളം ഇങ്ങനെ വന്നാലായി കിരിഞ്ഞ് ബാക്കി അകത്തോട്ട് ഉള്ള മെറ്റീരിയൽ വാട്ടർ പ്രൂഫ് ആണ്. കണ്ടോ, ഇതിനകത്ത് ലാപ്ടോപ്പ് വെക്കുന്നെങ്കിൽ വെക്കാനായിട്ട് ഉള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ലിപ്സ്റ്റിക്കായി സൈഡില് ഇവിടെ കുഞ്ഞ് പൗച്ചുണ്ട് 2 സൈഡിലും. ഈ പ്രൈസ് റേഞ്ചിന് ഇത് സൂപ്പറാണ്. ഞാൻ വേറെ ഒരു കടയിലും ഈ പ്രൈസ് റേഞ്ചിന് ഇത്രയും ക്വാളിറ്റി ഉള്ള സാധനം കണ്ടിട്ടില്ല. ആവശ്യത്തിനുള്ള ക്വാളിറ്റി ഉണ്ട്. ബാക്കിലുള്ളതിൽ ഇങ്ങനെ സ്പോഞ്ച് ഉണ്ട്. നമുക്കിപ്പം ഒരുപാട് ഈ തോളിൽ ഹെവിനെസ് തോന്നത്തുമില്ല. ആവശ്യത്തിനുള്ളൊരു കട്ടിയും ബലമൊക്കെ ഉണ്ട്. പിന്നെ ഈ താഴെ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. സോ ഒരുപാട് വെയിറ്റ് എടുക്കാൻ പറ്റില്ല എന്നൊരു പ്രശ്നമുണ്ട്. അതൊഴിച്ചാൽ ഇപ്പൊ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കുറച്ച് ബുക്കൊക്കെ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ഇത് അടിപൊളിയാണ്. ആവശ്യത്തിനൊരു സ്റ്റൈലും ഉണ്ട്. സ്റ്റൈൽ മീൻസ് ഒരു കൊറിയൻ വൈബൊക്കെയാണ് ഇതിൽ കിട്ടുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് വാങ്ങിച്ചു കേട്ടോ. പക്ഷെ എനിക്ക് ഇതിന്റെ കപ്പാസിറ്റിയിലെ വെയിറ്റ് താങ്ങാനുള്ള കപ്പാസിറ്റി ഒരുപാട് ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അത് കുറവായിരിക്കും, കാരണം ഈ വള്ളി ശക്തി കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി. നെക്സ്റ്റ് 24 കളേഴ്സുള്ള സ്കെച്ച് പെൻ ആണ്. ഇത് 2 പർപ്പസ് ഉണ്ട്. പെന്നായിട്ട് യൂസ് ചെയ്യാം, സ്കെച്ച് പെന്നായിട്ട് യൂസ് ചെയ്യാം. കാരണം ഡുവൽ ടിപ്പ് ഉണ്ട്. പ്രൈസ് വന്നിട്ട് 296 രൂപയാണ്. ഇതെനിക്ക് നല്ല ഇഷ്ടം. ഞാൻ ട്രൈ ചെയ്ത് നോക്കി. വർക്ക് ചെയ്യും, എല്ലാ കളേഴ്സും ട്രൈ ചെയ്തില്ല. ഇതിൽ പൗച്ചുണ്ട്, നമുക്ക് ട്രാവൽ ചെയ്യുമ്പം യൂസ് ചെയ്യാനും ഒക്കെ ആയിട്ട്. സ്കൂളിൽ നമുക്ക് ട്രാവൽ ചെയ്താണല്ലോ പോകാനുള്ളത്. അപ്പോൾ കണ്ടോ, ഇപ്പോൾ ഞാൻ ഒരു ഗ്രീൻ എടുത്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിന്റെ ഇവിടെ ഇങ്ങനത്തെ ടിപ്പുണ്ട്. സ്കെച്ച് പോലെ നമുക്ക് യൂസ് ചെയ്യാം. ഇതിന്റെ മറുവശത്ത് നമുക്ക് പെൻ പോലെ യൂസ് ചെയ്യാം. ജെൽ പെന്നൊക്കെ അല്ലേ, അമ്മാതിരി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കണ്ടോ, നല്ല കളറല്ലേ, എല്ലാം കാണാൻ പറ്റുന്നു. കണ്ടോ, നമുക്ക് പെന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. മറുവശം നമുക്ക് സ്കെച്ചായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, പെന്നായിട്ട് യൂസ് ചെയ്യുന്നത് ആവശ്യത്തിന് കളർ ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ക്യാമറയിൽ ലൈറ്റിന്റെ ഒക്കെ ചുറ്റും ഇരുന്ന് കാണിക്കുന്നതുകൊണ്ടാണ് 1 2 3 4 5 ലൈറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടൊരു മങ്ങി കാണിക്കുന്നതാണ്. ആവശ്യത്തിനുള്ള കളേഴ്സൊക്കെ ആവശ്യത്തിനുള്ള ബ്രൈറ്റ്നസ് ഇതിനുണ്ട്. ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, കുട്ടികൾക്കും വലിയവർക്കും എല്ലാം. കാരണം ഇത് മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പെന്നായിട്ടും വർക്ക് ചെയ്യും, സ്കെച്ചായിട്ടും വർക്ക് ചെയ്യും. ഒരു വീട്ടിൽ തന്നെ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ ആയിട്ട് വാങ്ങിക്കാൻ അടി ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ പ്രോഡക്റ്റ് എനിക്ക് നല്ല ഇഷ്ടമായി. ഈ പ്രൈസ് റേഞ്ചിന് സൂപ്പറാണ്. ഈ പൗച്ചൊക്കെ ഫ്രീ കിട്ടുമല്ലേ. നെക്സ്റ്റ് ഒരു ഫയലാണ്. ഇത് കോളേജിലൊക്കെ ഉള്ളവർക്കും വലിയവർക്കൊക്കെ യൂസ്ഫുൾ ആകുന്നതാണ് ഈ പ്രോഡക്റ്റ്. ഇത് ഈ ഫയല്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 269 രൂപയാണ്. ഇത് ഇങ്ങനെയാണ് വരുന്നത് ഈ ഫയല് കാണാനായിട്ട്. ഫ്രണ്ട് പാർട്ട്, ബാക്കില് വെറും ബ്രൗൺ കളർ, ഡാർക്ക് ബ്രൗൺ കളർ. ഇതില് സിബ് ഉണ്ട്. കണ്ടോ, സിബ് കഴിഞ്ഞിട്ട് ഇതിൽ ഒരു 30-20 ലീഫ് ഉണ്ട്. ഞാൻ എണ്ണി നോക്കിയില്ല, എത്ര ഉണ്ടെന്ന് നോക്കട്ടെ. ഇത് 20 ലീഫ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. ആ ലീഫ് കൂടാണ്ട് പിന്നെ ഇവിടെ സൈഡിലൊരു പോക്കറ്റ് ഉണ്ട്. കണ്ടോ, ഇങ്ങനെ ഒരു പോക്കറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, നമുക്ക് കാർഡൊക്കെ വെക്കാനുള്ള അറയുണ്ട്. പിന്നെ ഇവിടെ പോക്കറ്റ് ഉണ്ട്. ഇവിടെ ഒരു സിബ് ഉണ്ട്. പിന്നെ അഗൈൻ ഇവിടെ നമുക്ക് ടാബൊക്കെ വെക്കാനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. ഇത് ഈ പ്രൈസ് റേഞ്ചിന് സൂപ്പറാണ്. കാരണം വർഷങ്ങൾക്ക് മുൻപ്, മീൻസ് ഒരു 10 വർഷത്തിനൊക്കെ മുൻപ് ഞാനൊരു ഫയൽ വാങ്ങിക്കുമ്പോഴത്തേക്ക് അന്ന് 500 അടുപ്പിച്ചിട്ടായിട്ടുണ്ട്. ഇത്രയും ഫെസിലിറ്റീസ് ഇല്ല. ലീഫ് 30 എണ്ണം ഉണ്ടായിരുന്നു, ബാക്കി ഫെസിലിറ്റീസ് കുറവാണ്. ഈ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടാണ് 500 രൂപ. അത് വെച്ച് എനിക്കിത് അടിപൊളിയാണ്. ഇത് വളരെ യൂസ്ഫുൾ ആണ്. കുട്ടികൾക്കല്ല, വലിയവർക്കാണ് കേട്ടോ. സർട്ടിഫിക്കറ്റ്സ് വയ്ക്കാൻ, ഓർഗനൈസ് ചെയ്ത് വയ്ക്കാൻ, പിന്നെ നമ്മുടെ പ്രൊജക്ട് അസൈൻമെന്റ് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ, അങ്ങനെയായിട്ടൊക്കെ ഇത് കൊള്ളാവുന്നതാണ്. ഞാനിത് വാങ്ങിച്ചതിന് കാരണം അത് കേസ് തരംതിരിച്ച് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു, ഓരോ ഡിപ്പാർട്ട്മെന്റിലായിട്ടൊക്കെ. സോ എനിക്ക് ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിട്ട് ഞാൻ വീണ്ടും ഇത് വാങ്ങിച്ചതാണ്. കാരണം മറ്റത് അല്ലാണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ വെച്ച് നിറഞ്ഞു പോയി. സോ ഞാൻ വേറെ വാങ്ങിച്ചു. എനിക്ക് ഇഷ്ടമായി പ്രൈസ് റേഞ്ചിന്. ഇതിപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. ഞാനിതിന്റെ ലിങ്ക് കിട്ടിയില്ലെങ്കിൽ വേറെ ഇതിന്റെ ആഡ് ചെയ്തിട്ടുണ്ടാവും, സെയിം ഉള്ളത്. ഓക്കെ, പിന്നെ ഉള്ളത് പെൻ സ്റ്റിക്ക് ആണ്. ഗ്ലൂ പെൻ സ്റ്റിക്ക് ആണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 161 രൂപയാണ്. ഇത് ഗ്ലൂ ആയിട്ട് നന്നായിട്ട് ഒട്ടുവാണെങ്കിൽ നമുക്ക് അടിപൊളിയല്ലേ. ഒരു പേന ഇടുന്ന സ്പേസ് അല്ലേ വേണം. നമ്മൾ നോർമലി എടുക്കുന്ന ഗ്ലൂ ഒക്കെ നല്ല വലിപ്പം ഉണ്ടായിരിക്കും. ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കണ്ടോ, ഇങ്ങനെ പേനയായിട്ടിരിക്കുന്ന. നമുക്ക് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു വെക്കാം. ഇതിൽ അല്പം എടുത്തിട്ട് ഈ കളറില്ലേ, ഈ കളറിലാണത് വരുന്നത് കേട്ടോ. ഞാൻ വരച്ചപ്പോഴത്തേക്കും ഇതായിപ്പോയി. ഒട്ടുമോ ഈ പേപ്പറിൽ പറ്റുന്നില്ലേ. ഗമ്മിന്റെ ഈ ഫെവിക്കോളിന്റെ സ്മെല്ല് വരുന്നുണ്ട്. ഫെവിക്കോൾ അല്ല, നമ്മുടെ ഫാബ്രിക് ഗ്ലൂവിന്റെ സ്മെല്ലില്ലേ, അത് വരുന്നുണ്ട്.
ഒട്ടുമെന്ന് നമുക്ക് നോക്കാം. ഒട്ടി തുടങ്ങി. ഇപ്പോൾ ഒട്ടും കണ്ടോ, ഒട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വർക്ക് ചെയ്യും. അപ്പോൾ ഇത് ഈ വാങ്ങിക്കുന്ന യൂസ്ഫുൾ ആണ്. നമുക്ക് ഒന്ന് തീർന്നിട്ട് അടുത്തെടുത്താൽ മതി. കൊണ്ടു കിടക്കാനൊക്കെ അടിപൊളിയാണ്, ഈസിയാണ് കൊണ്ടു കിടക്കാനൊക്കെ ആയിട്ട്. പ്രൈസ് ഞാൻ പറഞ്ഞോ, പ്രൈസ് 161 രൂപയായിരുന്നു. അതിന് 6 എണ്ണം കിട്ടുന്നുണ്ട്. നമ്മുടെ നോർമൽ ഗ്ലൂ 10 രൂപയ്ക്കൊക്കെ കിട്ടും. ട്രാവൽ ഫ്രണ്ട്ലി എന്ന രീതിയിലാണിത്. ഇച്ചിരി ഫാൻസി ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്, ഒരു കൗതുകമുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇത് കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു. കുറച്ച് സ്പേസിൽ നമുക്ക് കാര്യം നടക്കുമല്ലോ. അപ്പോൾ മീഷോ വാങ്ങിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് കഴിഞ്ഞ് ഞാൻ പിന്നെ കുറച്ച് അല്ലാത്ത കാര്യങ്ങളും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. സ്റ്റോറിൽ നിന്ന് വിസ്മയിൽ നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ. വിസ്മയ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചത്. അതുകൂടെ കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന്, വേണമെങ്കിൽ കണ്ടാൽ മതി. അപ്സരേൻ്റെ ഒരു നെയിൽ കട്ടറൊന്നും പെൻസിൽ കട്ടർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഷാർപ്നർ. ഇത് ഇങ്ങനെയുള്ളതാണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പം വെട്ടിയ സാധനം ഇതിൻ്റെ അകത്ത് ഇരിക്കുമല്ലോ, പിന്നെ നമുക്ക് സൗകര്യമുള്ളപ്പം കളഞ്ഞാൽ മതി എന്ന് വെച്ചിട്ട്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 7 രൂപയായിരുന്നു. ഞാനിത് വാങ്ങിക്കാൻ കാര്യം എന്നറിയാമോ, നമ്മൾ കോളേജ് പഠിക്കുമ്പോഴേക്കും നമുക്ക് എക്സാം ടൈമിൽ പബ്ലിക് എക്സാമിന് ഈ CCTVയുടെ മുമ്പിലാണ് എക്സാം എഴുതുന്നത്. അപ്പോൾ ഒരു കുട്ടി ഇത് ഇങ്ങനെ വെട്ടിയിട്ട് അപ്പുറത്തെ കുട്ടിയോട് അത് കളയാൻ വേണ്ടി കൊടുത്തു, ആ വേസ്റ്റ് തറയിലിടാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോഴത്തേക്കും മാം ഓടി വന്നു, ക്യാമറയിൽ കൂടെ കണ്ടിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുത്തേന്ന് ചോദിച്ചു. അപ്പോൾ അത് മനസ്സിൽ കിടന്നുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെയുള്ളത് വാങ്ങിക്കാം. അപ്പോൾ പിന്നെ നമ്മൾ വെട്ടുമ്പോഴത്തേക്കും ആ വേസ്റ്റ് ഇതിൽ തന്നെ ഇരുന്നോളുമല്ലോ എന്ന് വെച്ചിട്ട്. പിന്നെ ഇറേസർ വാങ്ങിച്ചു. ഇതെന്തിൻ്റെയാണ് ബ്രാൻഡ്? ഡോംസ് ഡസ്റ്റ് ഫ്രീ ഇറേസർ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 3 രൂപയാണ് കേട്ടോ. നല്ല കളർഫുൾ ആയിട്ടുള്ള ഫാൻസി കരിപ്പുണ്ടായിരുന്നു. ഇച്ചിരി ചൈൽഡിഷ് ആയതൊന്നും ഞാൻ എടുത്തില്ല. പിന്നെ കങ്കാരുവിൻ്റെ സ്റ്റാപ്ലർ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് സ്റ്റാപ്ലർ സ്വന്തം പൈസയ്ക്കാണ് വാങ്ങിച്ചത്. 24 രൂപയായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ്, മീൻസ് ഞാൻ അന്ന് 8ലോ 9ലോ 10ലോ പഠിക്കുന്നുണ്ട്. സ്വന്തം പൈസ കൂട്ടി വെച്ചിട്ട് സ്റ്റാപ്ലർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്നിട്ട് ഞാൻ BHMS ആ സ്റ്റാപ്ലർ കളഞ്ഞു. എനിക്കപ്പം എന്തോ പോലെ തോന്നി. കാരണം ഞാൻ സ്വന്തം പൈസയ്ക്ക് അന്ന് 24 രൂപ എനിക്ക് അത്രയും വലിയ പൈസയാണ്. ഞാൻ അങ്ങനെ വാങ്ങിച്ച സാധനം കളഞ്ഞു പോയതുകൊണ്ട്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഇപ്പോൾ ഉള്ള നിലവിലെ പ്രൈസ് കാണുന്നില്ല, 75 രൂപയാണ്. ഇതിന്റെ പിന്ന് വന്നിട്ട് 12 രൂപയാണ് കേട്ടോ. പിന്നെ സൈനോ സോഫ്ടെക്കിന്റെ 20 പെന്നിന്റെ സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെയുള്ള പെന്ന്. ഈ പെൻ ഇഷ്ടമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഞാൻ ആക്ച്വലി ഭയങ്കര ഹൈ ലെവലായിട്ട് കൂടിയ പെനൊക്കെ യൂസ് ചെയ്യുന്നുള്ളൂ കോളേജിൽ പോകുന്ന വരെ. കോളേജിൽ ചെന്നപ്പോഴത്തേക്ക് 1.5 ദിവസം കൊണ്ടൊക്കെ പേന തിരുന്ന്. അപ്പം നഷ്ടക്കച്ചവടമാണ് കൂടിയ പേന യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ പിന്നെ ഇത് കുറഞ്ഞത് യൂസ് ചെയ്യാൻ തുടങ്ങി. അന്ന് 3 രൂപയും 2.5 രൂപയൊക്കെ ആയിരുന്നു കോളേജ് പഠിക്കുമ്പോഴത്തേക്കും. ഇത് നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, പ്രൈസ് കുറവാണ്. പിന്നെ ആകെയുള്ളൊരു നെഗറ്റീവ് പ്ലാസ്റ്റിക് വേസ്റ്റ് കൂടും. പിന്നെ ക്ലാസ്മേറ്റ്സിന്റെ 4 ബുക്ക് ഉണ്ട്. ഇത് വിസ്മയിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. വിസ്മയ സൂപ്പർ മാർക്കറ്റില്ലേ അവിടെ നിന്ന്. അപ്പോൾ ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഒന്നിന് 55 രൂപയാണ് കേട്ടോ. ഇതും വരയിട്ട് എടുത്തു. ഫിനാൻസ് മാനേജ്മെന്റ്. നെക്സ്റ്റ് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഇത് ഗുഡ് എന്ന് എഴുതിയതുണ്ടായിരുന്നു, ഗുഡ് ലക്ക് എന്ന് എഴുതിയതുണ്ടായിരുന്നു. ഞാൻ ഗുഡ് ഡേ എടുത്തു, കാരണം ലക്ക് തീരെ ഇല്ലാത്ത ഒരാളാണ് ഞാൻ. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 145 രൂപ. ഇതിന്റെ യൂസ് എന്ന് വെച്ചാൽ നമുക്ക് റഫ് ബുക്കായിട്ട് യൂസ് ചെയ്യാം. കണ്ടോ, നമുക്ക് ഇവിടെ ഒരു സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇടയ്ക്ക് കളർ പേപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇവിടെ നമുക്ക് നെക്സ്റ്റ് സബ്ജക്റ്റ് എഴുതാം. അങ്ങനെ റഫ് ബുക്കായിട്ട് യൂസ് ചെയ്യാം. അപ്പം നമ്മൾ ഒരു ബുക്കിൽ ഇങ്ങനെ ചവറ് പോലെ എഴുതി എവിടെ എന്ത് കിടക്കുന്നു നോക്കുന്നതിനേക്കാളും നമുക്ക് ഓരോന്ന് തിരിച്ച് എഴുതാൻ പറ്റില്ല അങ്ങനെ. സോ അതുകൊണ്ട് ഞാൻ ഇത് വാങ്ങിച്ചാണ് റഫ് ബുക്കായിട്ട് യൂസ് ചെയ്യാനായിട്ട്. ഇത് ഓൺലൈനിൽ ഒരുപാട് വേറെ ഉണ്ട് കേട്ടോ. ഞാൻ അതിന്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ടാകും കേട്ടോ. ഇതെനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെ ഞാൻ വാങ്ങിച്ച പ്രൊഡക്റ്റുകൾ മീഷോന്ന് വാങ്ങിച്ചതിനൊക്കെ ലിങ്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടാവും. അല്ലാണ്ടുള്ളതിന്റെ കിട്ടുന്നതിന്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ബി ഹാപ്പി. അപ്പോൾ ഈ അടുത്ത കോളേജിലും സ്കൂളിലൊക്കെ അഡ്മിഷൻ എടുത്തവർക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.